ഹായ് ഹലോ മിറാക്കിൾ ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ വളരെ ഈസിയായി വെക്കാൻ പറ്റുന്ന പടവലങ്ങ ഉപ്പേരിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. തൃശ്ശൂർ സ്റ്റൈലിലുള്ള പടവലങ്ങ ഉപ്പേരിയാണ്. നല്ല ടേസ്റ്റാണ്, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ചെറിയൊരു പടവലങ്ങയാണ് കേട്ടോ. ഇത് അധികം മൂത്തിട്ടൊന്നുമില്ല. മൂത്ത പടവലങ്ങ എടുക്കുമ്പോൾ നമ്മുടെ ഉപ്പേരി വെക്കുമ്പോൾ നമുക്കതിൽ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ മൂക്കാത്ത ഒരു പടവലങ്ങ നോക്കി നമ്മൾ എടുക്കണം കേട്ടോ. വളരെ ചെറിയൊരു പടവലങ്ങയാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നത്. ചെറിയ ചെറിയ സൈസിലാണ് കേട്ടോ നമ്മളത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നത്. കട്ട് ചെയ്ത് ഒരേ ഷേപ്പിൽ ഞാനിത് കട്ട് ചെയ്ത് മാറ്റി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഞാനിത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എല്ലാതും ഒരേ സൈസിലാണ് കേട്ടോ. ഇതിനധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഒന്ന് ആവി വേവുമ്പോഴേക്കും നമ്മുടെ പടവലങ്ങ വെന്ത് കിട്ടും കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ ചുവന്നുള്ളി വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇവിടെ ഒരു 5-8 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5-10 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ ഞാനത് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചതച്ചു കൊണ്ടുവരും. ഉപ്പേരിയിലേക്ക് മെയിനായിട്ട് ചതച്ച് ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് ഒരു 3 കതിര് വേപ്പിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയൊരു പിടി നാളികേരവും ഈ നാളികേരം പടവലങ്ങയിലേക്ക് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാനായിട്ട് നല്ല അടിക്കട്ടിയുള്ള ഒരു ചീഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഈ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ചതച്ച് മാറ്റി വെച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ. നമുക്ക് ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇതിങ്ങനെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കറിവേപ്പിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയൊരു കളറൊന്നും ഇതാവുമ്പോഴേക്കും ഞാൻ ഈ വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കളറ് മാറിയൊന്നും വരണ്ട. അപ്പോഴേക്കും നമുക്ക് പൊടികൾക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ വളരെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യും. നല്ല എരിവുള്ള മുളക് പൊടിയാണത്, കുറച്ചാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ ഇതിലോട്ട്. അതും നന്നായിട്ട് ഞാൻ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നാളികേരം കൂടി ഇതിലിട്ടിട്ട് ഇതിൻ്റെയും പച്ചമണം മാറാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ എരിവും മഞ്ഞളും ചുവന്നുള്ളിയും ഒക്കെ എല്ലായിടത്തേക്കും എത്തണ പോലെ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ച നമ്മുടെ പടവലങ്ങ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ പടവലങ്ങ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം ഇപ്പോഴാണ് കേട്ടോ ചേർക്കുന്നത്. ഇപ്പോൾ ഈ സമയത്താണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഞാനിതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ നാളികേരവും ചുവന്നുള്ളിയും പിന്നെ ആ മുളകും മഞ്ഞളും എല്ലാം ഇതിലേക്ക് വരാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാനിതിലോട്ട് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. കണ്ടോ, നന്നായിട്ട് ഇതിൽ നിന്ന് തന്നെ പടവലങ്ങയിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കത് ചെറിയ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാനൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടും ഈ പടവലങ്ങ. അത് ഒരു സ്റ്റേജാണ് കേട്ടോ. ഞാൻ ഒന്നും കൂടി ഒരു 2 മിനിറ്റ് നേരം കൂടി ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഒരു നന്നായിട്ട് ഒരു കുഴഞ്ഞ ടൈപ്പിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ട് മൂടി വെച്ച് തുറന്ന് നോക്കിയപ്പോൾ നന്നായി കുഴഞ്ഞ് ഇരിക്കുന്ന ഒരു പടവലങ്ങയുടെ ഒരു ഇതായി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പടവലങ്ങ ഉപ്പേരി കഴിക്കാനായിട്ട്. മക്കൾക്കൊക്കെ കൊടുക്കാനായാലും വെജിറ്റബിളൊന്നും കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ അവർക്കിത് കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് കഴിക്കട്ടോ. ഈ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എരിവൊക്കെ ഇങ്ങനെ കുറച്ചിട്ടും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതൊരു ജ്യൂസി ടൈപ്പാണ്. നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്നതിനേക്കാളും ഒരു ടേസ്റ്റാണ് ഇങ്ങനെ കുറച്ച് ജ്യൂസി ആയിട്ട് ഇരിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു പടവലങ്ങ ഉപ്പേരിയാണ് കേട്ടോ. ഇവിടെ ട്രൈ ചെയ്തതിന് എല്ലാവരും ഫീഡ്ബാക്ക് പറയണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ്സ് ചെയ്യണം അതിൽ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.